കാനറികളുടെ പാരമ്പര്യം പേറുന്ന മണ്ണിൽ നിന്നാണ് അയാൾ വരുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. കൂവുന്നവർക്ക് ഇനിയും കൂവാം, വിമർശിക്കുന്നവർക്ക് ഇനിയും വിമർശിക്കാം. പക്ഷേ എല്ലാം പാഴ്വേലയായി അവസാനിക്കുമെന്ന് മുന്നേ കണക്ക് കൂട്ടിയിട്ട് വേണം. ഈ നിമിഷത്തിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഞാൻ ഓർത്തു പോകുകയാണ്. ടേക്ക് അപ്പ് വൺ ഐഡിയ, മേക്ക് ദാറ്റ് വൺ ഐഡിയ യുവർ ലൈഫ്. ദ വേൾഡ് വിൽ മോക്ക് യു, ബട്ട് സ്റ്റേ ത്രൂ ടു യുവർ ഗോൾ. ഇൻ ദ എൻഡ് ദ വേൾഡ് വിൽ ഫോളോ യു. ലോകം നിങ്ങളെ പരിഹസിച്ചേക്കാം, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. അവസാനം ലോകം നിങ്ങളുടെ പിന്നാലെ വരും. വിനിയെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഒരു കൂട്ടം ആളുകൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ വിനിയാകട്ടെ തൻ്റെ നല്ല സമയം തേടി മുന്നോട്ടും ഒടുക്കം ഇന്ന് ബെർണാബ്യൂവിൽ 73,000-ൽ പരം ആരാധക വൃന്ദങ്ങളെ സാക്ഷിയാക്കി വിമർശകരുടെ വായ്ക്ക് പൂട്ടിട്ടുകൊണ്ട് അജയ്യമായ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കൂവി വിളിച്ചവർ പോലും അയാൾക്കായി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഗാലറിയിൽ നിന്ന് ഉയർന്ന പരിഹാസങ്ങളെയും വംശാധിക്ഷേപങ്ങളുടെ കറുത്ത കൈകളെയും തൻ്റെ വേഗത കൊണ്ട് മറികടന്ന് വിനീഷ്യസ് ജൂനിയർ ഇന്നലെ മൈതാനത്ത് കാഴ്ചവെച്ചത് താരത്തിൻ്റെ നിലവിലെ പ്രകടനം കൊണ്ട് അളക്കാൻ കഴിയാത്ത മറ്റൊരു അഴിഞ്ഞാട്ടമായിരുന്നു. ഒരു ഗോളും 2 അസിസ്റ്റും നേടി തന്നെ കൂവി വിളിച്ച ആരാധകർക്ക് മുമ്പിൽ 10-ൽ 10 റേറ്റിംഗ് ആണ് മൊണോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ വിനി സ്വന്തമാക്കിയത്. മാൻ ഓഫ് ദി മാച്ച് ആയതും താരം തന്നെയാണ്. മത്സരത്തിൻ്റെ 26-ാം മിനിറ്റിലാണ് വിനിയുടെ ആദ്യ അസിസ്റ്റ് പിറക്കുന്നത്. ഉള്ളർ നൽകി അളന്നു മുറിച്ച പാസ് പിടിച്ചെടുത്ത് നേരെ എംബാപ്പയിലേക്ക് വെച്ച് നീട്ടുന്നു. എംബാപ്പെ അത് ഗോളാക്കി മാറ്റിയതോടെ മത്സരത്തിൽ ആദ്യ അസിസ്റ്റ് താരം സ്വന്തമാക്കുകയാണ്. പിന്നീട് യുവതാരം അസ്റ്റന്റ് വാനോക്ക് ഗോളിന് വഴിയൊരുക്കിയതും വിനീഷ്യസ് തന്നെയായിരുന്നു. ഗോളിന് വഴിയൊരുക്കി കൊടുത്തതോടുകൂടെ മത്സരത്തിലെ 2ാമത്തെ അസിസ്റ്റും താരം സ്വന്തം പേരിൽ കുറിച്ചു. കഴിഞ്ഞില്ല. സാംബയുടെ നൃത്തതാളങ്ങളാൽ മൊണോക്കോയുടെ 2 പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ടോപ്പ് കോർണറിലേക്ക് പന്തിനെ പായിക്കുന്നു. അതോടെ മത്സരത്തിൽ 5ാമത്തെ ഗോളും പിറന്നു. പ്രതിരോധ നിരയെ നിഷ്പ്രഭമാക്കിയുള്ള ആ കുതിപ്പുകൾ വെറുമൊരു ഗോൾ വേട്ട മാത്രമായിരുന്നില്ല, മറിച്ച് വിമർശിക്കാനും കൂവാനും തുനിഞ്ഞിറങ്ങിയ ഓരോരുത്തർക്കുമുള്ള മറുപടി കൂടെയായിരുന്നു. അയാളുടെ നേരെ ഉയർന്ന ഓരോ കൂവലും ഇന്ന് ആദരവിൻ്റെ കയ്യടികളായി മാറിയിരിക്കുന്നു. അസാധ്യമായിരിക്കുമെന്ന് പലർക്കും തോന്നിയ തിരിച്ചുവരവ് അത്രമേൽ മനോഹരവും വിമർശകർക്കുള്ള പൂട്ടുമായിരുന്നു. ആധുനിക ഫുട്ബോളിൽ ഇത്രത്തോളം വിമർശനങ്ങൾ നേരിട്ട മറ്റൊരു താരവും ഉണ്ടാകില്ല. വലൻസിയ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബാർസലോണ തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളുടെ ആരാധകരിൽ നിന്ന് ഈ ആയുസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം അയാൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കറുത്ത വർഗ്ഗക്കാരനായ ഒരു ബ്രസീലിയൻ യൂറോപ്പിൽ വിജയിക്കുന്നത് കാണുന്നത് പലർക്കും ബുദ്ധിമുട്ടാണെന്ന് മനമൊരുക്കി അയാൾ പ്രതികരിച്ചു. വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ മണ്ണിൽ നിന്നും റയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിലേക്ക് എത്തിയത് വലിയ സ്വപ്നങ്ങളുമായിട്ടായിരുന്നു. എന്നാൽ മൈതാനത്ത് കാൽപന്ത് കൊണ്ട് വിസ്മയം തീർക്കുന്നതിനിടയിൽ അയാൾക്ക് നേരിടേണ്ടി വന്നത് ലോകം ഇന്നും ലജ്ജയോടെ മാത്രം ഓർക്കുന്ന ക്രൂരമായ അധിക്ഷേപങ്ങളായിരുന്നു. ഓരോ എവേ മാച്ചുകളിലും ഗാലറിയിൽ നിന്ന് ഉയർന്ന കുരങ്ങനെന്ന വിളികൾ കേൾക്കും. വഴിയരികിൽ കെട്ടിത്തൂങ്ങിയ അയാളുടെ കോലങ്ങളും ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ഏൽപ്പിക്കാവുന്ന ഏറ്റവും വലിയ മുറിവുകളായിരുന്നു. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ലോകത്തിന് മുന്നിൽ വെച്ച് സ്പെയിൻ ഇന്ന് വംശീയവാദികളുടെ രാജ്യമായി മാറിയിരിക്കുന്നെന്ന് കരഞ്ഞുകൊണ്ട് പറയേണ്ടി വന്ന ആ 23-കാരൻ്റെ നിസ്സഹായാവസ്ഥ ഏതൊരു കാൽപന്ത് ആരാധകന്റെയും ഉള്ളുലക്കുന്നതാണ്. ഗോൾ നേടി സന്തോഷത്തോടെ നൃത്തം ചെയ്തപ്പോൾ പോലും അത് മറ്റുള്ളവരെ അപമാനിക്കലാണെന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചു. പരിക്കേൽക്കുമ്പോഴും വീഴുമ്പോഴും സഹതാപത്തിന് പകരം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വിനീഷ്യസ് മൈതാനത്ത് പന്തിനേക്കാളധികം വംശീയതയുടെ വിഷമുള്ള മുള്ളുകളോടാണ് വിനീഷ്യസ് പൊരുതിയത്. തൻ്റെ നിറത്തിൻ്റെ പേരിലും വംശത്തിൻ്റെ പേരിലും നിരന്തരം ക്രൂശിക്കപ്പെടുമ്പോഴും വിതുമ്പുന്ന കണ്ണുകളോടെ അയാൾ വീണ്ടും ബൂട്ടണിയുന്നത് ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ട് മാത്രമാണ്. വാക്കുകൾക്ക് തളർത്താൻ കഴിയാത്ത പ്രതിഭയാണെങ്കിലും ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശങ്ങൾക്കിടയിൽ അയാൾ അനുഭവിച്ച ഏകാന്തതയും വേദനയും ഫുട്ബോൾ ചരിത്രത്തിലെ മായാത്തൊരു കറുത്തേടായി എന്നും നിലനിൽക്കും. 2023 മെയ് 21 വലൻസിയയുടെ ഹോം ഗ്രൗണ്ടായ മെസ്തായ സ്റ്റേഡിയത്തിൽ നടന്ന ആ മത്സരം വിനീഷ്യസ് ജൂനിയറിന്റെ കരിയറിലെ മാത്രമല്ല ആധുനിക ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ അധ്യായങ്ങളിലൊന്നാണ്. മത്സരത്തിന്റെ 2ാം പകുതിയിലാണ് സംഭവങ്ങളുടെ തുടക്കം. ഗാലറിയിൽ ഇരുന്നൊരു കൂട്ടം വലൻസിയ ആരാധകർ വിനീഷ്യസിനെ നോക്കി വംശീയമായ ആക്രോശങ്ങൾ തുടങ്ങുകയും കുരങ്ങനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. സാധാരണ ഇത്തരം അധിക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ താരങ്ങൾ മൗനം പാലിക്കാറാണ് പതിവ്. എന്നാൽ അന്ന് വിനീഷ്യസ് പ്രതികരിക്കാൻ തീരുമാനിച്ചു. തന്നെ അധിക്ഷേപിച്ച വ്യക്തിയെ വിനീഷ്യസ് കൃത്യമായി തിരിച്ചറിയുകയും ഗാലറിയിലേക്ക് നേരെ വിരൽ ചൂണ്ടി റഫറിയോട് പരാതിപ്പെടുകയും ചെയ്തു.
കളി ഏകദേശം 10 മിനിറ്റോളം തടസ്സപ്പെട്ടു. വംശീയാധിക്ഷേപം നടന്നാൽ കളി നിർത്തിവെക്കണമെന്ന നിയമം നിലവിലുണ്ടായിരുന്നിട്ടും കളി തുടരാനാണ് അന്ന് റഫറി നിർദ്ദേശിച്ചത്. ഇത് വിനീഷ്യസിനെ കൂടുതൽ മാനസികമായി തളർത്തി. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വലൻസിയ താരങ്ങളുമായി ഉണ്ടായ തർക്കത്തിനിടെ വിനീഷ്യസിന് റെഡ് കാർഡും ലഭിച്ചു. തന്നെ അധിക്ഷേപിച്ചവർ ഗാലറിയിൽ ചിരിച്ചുല്ലസിക്കുമ്പോൾ ഇരയായി താൻ പുറത്തു പോകേണ്ടി വന്ന ആ നിമിഷം വിനീഷ്യസിനെ തകർത്തു കളഞ്ഞു. മൈതാനം വിടുമ്പോൾ പരിഹാസപൂർവ്വം കൈയടിച്ച ഗാലറിക്ക് മുന്നിൽ വിനീഷ്യസിന്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീട് ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി സംസാരിക്കവെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞത്. എനിക്ക് ഫുട്ബോൾ കളിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷേ ഓരോ തവണയും ഇങ്ങനെയുണ്ടാകുമ്പോൾ എനിക്കതിനുള്ള ആവേശം നഷ്ടപ്പെടുകയാണ് എന്നാണ് വിതുമ്പിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞത്. പതിയെ അയാൾ തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ മനസ്സിലാക്കി, നിജമായ മനസ്സുകളെക്കുറിച്ചും മനസ്സിലാക്കി. അജയ്യമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ടീമിനെ ചുമലിലേറ്റിയാൽ വിനി എല്ലാവർക്കും രക്ഷകനാണ്. മറിച്ച് സംഭവിച്ചാൽ ടീമിന് സംഭവിച്ച മുഴുവൻ പോരായ്മകളും ചാർത്തപ്പെടേണ്ട ചവിറ്റുകൊട്ടയും അയാളായിരുന്നു. ഇന്ന് അയാൾക്ക് വിമർശനങ്ങൾ കേട്ട് അവ സുപരിചിതമായിരിക്കുന്നു. നേരിടാനുള്ള അടവും അയാൾ പഠിച്ചു. അതിലെ ഒരടവ് മാത്രമാണ് ഇന്ന് മൊണോക്കോക്കെതിരെ അയാൾ പയറ്റിയത്. ഒരു ഫുട്ബോൾ താരത്തിന് താങ്ങാവുന്നതിലുമപ്പുറം വേദനകളും കുത്തുവാക്കുകളും പേറിക്കൊണ്ടാണ് അയാൾ ഈ മൈതാനത്ത് മാന്ത്രികത കാണിക്കുന്നത്. മൊണോക്കോക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ശേഷം എംബാപ്പ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മാഡ്രിഡ് ആരാധകരുടെ വികാരം എനിക്ക് മനസ്സിലാകും, എന്നാൽ നിങ്ങൾ വിനീഷ്യസിനെ ടാർഗറ്റ് ചെയ്ത് കൂവുന്നത് ശരിയല്ല. ഞങ്ങൾ നന്നായി കളിച്ചില്ലെങ്കിൽ അതൊരിക്കലും വിനിയുടെ മാത്രം കുറ്റമല്ല, ടീമിനെ മുഴുവനുമായി നിങ്ങൾക്ക് വിമർശിക്കാം. അയാളും ഒരു മനുഷ്യനാണെന്ന കാര്യം നിങ്ങൾ ഓർത്തു പോകണം. മത്സരത്തിലെ വിനിയുടെ സെലിബ്രേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ അർബലാവയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അതെ, അദ്ദേഹം എന്നെ വന്ന് ഹഗ് ചെയ്തു, എന്നാൽ അതൊരിക്കലും എനിക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഓരോ റയൽ മാഡ്രിഡ് ആരാധകർക്കുമുള്ളതാണ്. വിമർശനങ്ങൾക്കും വംശീയാധിക്ഷേപങ്ങൾക്കും തൻ്റെ ബൂട്ടുകൾ കൊണ്ട് മറുപടി നൽകുന്ന വിനീഷ്യസ് ജൂനിയർ ആധുനിക ഫുട്ബോളിലെ വെറുമൊരു താരമല്ല, അതൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. കാൽപന്തിന് തൻ്റെ പൂർവികർ നൽകിയ അതേ വീര്യവും ലാളിത്യവും വിനീഷ്യസിൻ്റെ ഓരോ ടച്ചിലും നമുക്ക് ദർശിക്കാം. റയൽ മാഡ്രിഡിൻ്റെ വെള്ളക്കുപ്പായത്തിലായാലും ബ്രസീലിൻ്റെ മഞ്ഞക്കുപ്പായത്തിലായാലും ആ സിരകളിൽ ഒഴുകുന്നത് ലോകം കണ്ട ഇതിഹാസങ്ങളുടെ അതേ പോരാട്ട വീര്യമാണ്. ഫുട്ബോൾ ലോകം ഇനി ഈ പാദങ്ങളിലേക്ക് നോക്കിയിരിക്കട്ടെ. വിമർശകരെ മൂകരാക്കിയും അവരെ കൊണ്ട് കൈയടിപ്പിച്ചും ബെർണാബ്യൂവിൻ്റെ മണ്ണിൽ അയാൾ വീണ്ടും തൻ്റെ യഥാർത്ഥ മുഖം കാണിക്കുകയാണ്.